ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇറച്ചി മീനും മുട്ടയും ഒന്നും തന്നെ വീട്ടിലില്ലാത്ത ദിവസം നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ബീഫ് കറീൻ്റെ ടേസ്റ്റിലുള്ള ഒരു പൊട്ടാറ്റോ കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്, എന്നാലോ മടിയന്മാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയും കൂടാണ്. എന്നാലൊട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് നമുക്ക് ഒരു 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഇത്രത്തോളം വലുപ്പത്തിലാക്കിയിട്ട് നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് ചെറുതാക്കിയ കഷ്ണം ആക്കരുത്, ഇത്രത്തോളം വലുപ്പം തന്നെ എന്തായാലും വേണം. ഓക്കെ, അപ്പം എന്നിട്ട് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കഷ്ണം തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് വളരെ ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ ഒന്നിനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ 1 കഷ്ണം സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നേരെ അടുപ്പിൽ വെച്ചിട്ട് ഒരു 2 വിസിലടുപ്പിച്ചിട്ട് എടുക്കുക. പിന്നെ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്ന ആ ഒരു ക്ലിപ്പ് ഇതിന്ന് കട്ടായി പോയതാണ് കേട്ടോ. അപ്പോൾ അതാരും സ്കിപ്പ് ചെയ്യരുത്, എന്തായാലും തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 വിസിലടുപ്പിച്ചെടുത്താൽ ഈ ഒരു രൂപത്തിലായി കിട്ടും. അപ്പോൾ ഇതിന് നമുക്ക് ഉടച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം കറി അത്യാവശ്യം നല്ല തിക്കിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കുകയും വേണം. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇവിടെ മാറ്റി വെക്കുക. ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വറവിട്ടെടുക്കുന്നത് ഒരു മൺചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്താലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി മുറിച്ചിട്ട് കൊടുക്കാം. അതായത് കൊച്ചുള്ളി എന്നൊക്കെ പറയില്ലേ, ആ ചെറിയ ഉള്ളി നമുക്ക് നന്നായിട്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരട്ടെ, അതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് നന്നായിട്ട് തന്നെ തീ കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. തീ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കണം കേട്ടോ. ഞാനിത് സ്പീഡ് കൂട്ടിയിട്ടതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് തീയുള്ളതുപോലെ തോന്നുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് ആ ഒരു ഗ്രേവിയോട് കൂടിയിട്ട് നേരെ നമ്മൾ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു കുക്കറിലേക്ക് തന്നെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കുറച്ച് ഗ്രേവി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നേരെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ, വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക. പിന്നെ ആവശ്യം ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ലാസ്റ്റിൽ നമുക്ക് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് വരുമ്പോഴാണ് കറക്റ്റ് ഒരു ബീഫ് കറീൻ്റെ ടേസ്റ്റിലേക്ക് മാറി വരുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒക്കെ കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി എന്താ പറയുക, കയ്യിലൊന്നും വെച്ചിട്ടൊന്നും ഇളക്കൊന്നും ചെയ്യരുത്. നേരെ ഒരു തുണി വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ചട്ടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെപ്പോലെ എന്നെ പോലെയൊക്കെ മടിയന്മാരായിട്ടുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നന്നായിട്ട് തന്നെ പൊള്ളി വന്നിട്ടുള്ള നല്ല അടിപൊളി ചപ്പാത്തിയും കൂടെ ആണെങ്കിൽ സൂപ്പറായി. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം, എന്നാലോ നല്ല ഒരു ബീഫ് കറീൻ്റെ ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ മുന്നിട്ട വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക. ബീഫ് കറീൻ്റെതും അതുപോലെ തന്നെ ബീഫ് സ്റ്റൂ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.